ആനയെ മേടിക്കുമ്പോൾ തോട്ടി മേടിക്കുന്ന പോലെ, ഫോൺ മേടിക്കുമ്പോൾ കേസ് മേടിക്കുന്ന പോലെ. ഒരു ഫോൺ മേടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കേസും സ്ക്രീൻ പ്രൊട്ടക്ടറും എല്ലാം മേടിച്ചു കൊടുക്കും. അതേ ശീലം എനിക്ക് ഷൂ മേടിക്കുമ്പോഴുണ്ട്. ഇൻസോൾസ് ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാകത്തില്ല. എൻ്റെ അടുത്ത് 2-3 പേരെ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ 100 പേര് ചോദിച്ചു, 1000 പേര് ചോദിച്ചൊന്നും പറയത്തില്ല. ആ ഒരു ഇഷ്യൂ ഈ ഒരു സാധനം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു എയർപോഡ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ എക്സ്ട്രാ ബഡ്സ് കിട്ടും. എന്തുകൊണ്ടാണ്? പലരുടെയും ചെവിക്ക് പല സൈസായിരിക്കും, ഫിറ്റിങ്ങും പലതായിരിക്കും. അതുപോലെയാണ് ഇൻസോൾ. നിങ്ങൾ ചിലപ്പോൾ മേടിക്കുന്ന ഷൂ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കത്തില്ല, കറക്റ്റ് കംഫർട്ട് ആയിരിക്കത്തില്ല. ഓക്കെ, ഓരോ ഷൂ അതിൻ്റെ ടെക്നോളജി അനുസരിച്ചാണുള്ള ഇൻസോൾസ് അതിനകത്ത് കാണും. ബട്ട് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടണം, കുറച്ചുകൂടെ ബെറ്റർ ഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻസോൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾ ജോർഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ എന്തായാലും ഫേസ് ചെയ്യും. ആ ഒരു തുമ്പ് മാത്രം തേഞ്ഞു വന്നേ എന്ത് ഇറ്റ് ഈസ് വെരി സാറ്റിസ്ഫൈങ്. അതിനാണ് ഈ സാധനം ഇവിടെ ഒട്ടിച്ചു വെക്കും. അങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ആ ഡ്രാഗ് കുറയ്ക്കാം. മേടിക്കുന്ന സമയത്ത് മേടിച്ചാൽ കുറച്ചുകൂടി ഒരു സെപ്പറേഷൻ വരുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഒട്ടിച്ചാൽ. പിന്നെ എല്ലാവരും കിടന്ന് കുറ്റം പറഞ്ഞൊരു ഇഷ്യൂ ആണ് ക്രീസ്. ക്രീസ് ഒരു മോശം സാധനമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുമെങ്കിലും ഷൂവിൻ്റെ ഒരു സ്ട്രക്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രീസ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ കയ്യിലില്ല. ഇതാണ് സാധനം. ഈ സാധനം പിന്നെ മേളിലെ 3M ടേപ്പ് പൊളിക്കുക, ഷൂവിൻ്റെ അകത്ത് ഒട്ടിക്കുക. അല്ലാതെ മറ്റേ ചിരട്ട പോലിരിക്കുന്ന ക്രീസ് പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഷൂവിൻ്റെ പോട്ടെല്ലാം നശിപ്പിക്കും. പക്ഷേ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ മേളിലൊട്ടിച്ച് കഴിഞ്ഞാൽ കാല് വെക്കുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ആയെന്നുള്ളൂ, ക്രീസ് കുറയും. ക്രീസ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അത് ഈ ചില ലൈഫ് ഹാക്ക് കണ്ട ആ തുണിയൊക്കെ വെച്ച് നനച്ച് തുണി മേളിൽ വെച്ച് തേക്കുന്ന കാണാം. അതൊന്നും ചെയ്യരുത്. ലെതറൊക്കെ പണ്ടാരുടങ്ങിപ്പോവും. പിന്നെ വേണ്ടതെന്നറിയോ, നല്ലൊരു സ്നീക്കർ ക്ലീനർ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പൈഡർ സ്നീക്കർ ക്ലീനറാണ്. നൈസാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, വേണ്ടവർ പോയി ചെക്കൗട്ട്. ആനയെ മേടിക്കുമ്പം തോട്ടി മേടിക്കാൻ പൈസ ഇല്ലാന്ന് പറയാതെ ഒരു സ്നീക്കർ ക്ലീനറും ഒരു ഇൻസോളും നല്ല മിടുക്കനായിട്ട് കൊണ്ടുനടക്കണം. പിന്നെ ഇതുപോലൊരു സ്നീക്കർ ആക്സസറിയുടെ നമ്മുടെ ഒരു ലൈനപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ബൈ.